നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ക്രിയേറ്റീവ് ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് മാർക്കറ്റ് പ്രൊഫൈലിന്റെ അവസാനത്തെ വീഡിയോ ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ 10 വീഡിയോ സീരീസ് ആയിട്ടാണ് ഒരു തുടക്കത പോലെ 10 വീഡിയോ ആയിട്ടാണ് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിനെ അവതരിപ്പിച്ചത് നിങ്ങളുടെ മുമ്പില്. കാരണം അതൊരു സബ്ജക്റ്റീവ് കുറച്ച് പുതിയൊരു ന്യൂ സബ്ജക്റ്റ് ആണ്. പഴയ ആൾക്കാർക്ക് അത് അറിഞ്ഞുകൂടാ. പുതിയ പല ആൾക്കാർ മാർക്കറ്റിംഗ് വരുമ്പോൾ അവർ വന്നിട്ടുണ്ട്. എന്നാൽ കൂടെ കുറെ തെറ്റായ ധാരണകളൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊരു എളുപ്പത്തിൽ പഠിക്കുവാനും അവർക്ക് മനസ്സിലാവാനും വേണ്ടിയിട്ട് 10 വീഡിയോ ആയിട്ടാണ് നമ്മളത് മാർക്കറ്റ് പ്രൊഫൈലിലെ വീഡിയോ ഇട്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇടാൻ പോകുന്നത് എന്താണ്? ഓർഡർ ഫ്ലോയെ കുറിച്ചുള്ള ഒരു ഫസ്റ്റ് സീരീസ്. ഓർഡർ ഫ്ലോയുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓർഡർ ഫ്ലോ നിങ്ങൾ പലർക്കും കേട്ട് കാണും. ഓർഡർ ഫ്ലോ എന്താണെന്ന് പല ആൾക്കാർക്കിടയിലും തെറ്റിദ്ധാരണകൾ ഇഷ്ടംപോലെ ഉണ്ട്. കാരണം ഓർഡർ ഫ്ലോ എന്ന് പല രീതിയിൽ പറയും. വോളിയം പ്രൊഫൈലിനെ വെച്ച് പറയും ചിലര്. ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഓർഡറിനകത്ത് കാണുന്ന കുറെ കാര്യങ്ങളും ഇങ്ങനെ കുറെ തെറ്റിദ്ധരിക്കപ്പെട്ടതും മിഥ്യയായാലും ശരിയായ രീതിയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത് എന്താണ് ഓർഡർ ഫ്ലോ. ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അത് വെച്ച് നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ ഓർഡർ ഫ്ലോയുടെ സീരീസിലേക്ക് വരുന്നതാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ മല്ലു മാർക്കറ്റ് പ്രൊഫൈലിന്റെ പുതിയൊരു പോഡ്കാസ്റ്റ് ആയ ഓർഡർ ഫ്ലോ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഓർഡർ ഫ്ലോ എന്ന് പറയാൻ ജസ്റ്റ് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓർത്തോളുക. നമ്മൾ ഈ ചെസ്റ്റിന് ഇൻഫെക്ഷൻ വന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യും? നമ്മളെ എക്സ്റേ എടുക്കുന്നത് പോലെ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിന്റെ ക്യാൻഡിലിന്റെ എക്സ്റേ എന്ന് പറഞ്ഞാൽ ആ ക്യാൻഡിനകത്ത് എത്ര ബൈ നടക്കുന്നു, എത്ര സെല്ല് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിലിന്റെ എക്സ്റേ പറയുന്ന പേരാണ് ഓർഡർ ഫ്ലോ. ഇതൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഇതിന് നമ്മൾ ഡാൽട്ടൺ എന്ന് പറഞ്ഞാൽ ഡാൽട്ടൺ ബ്രദേഴ്സിലെ മാർക്കറ്റ് പ്രൊഫൈലിനെ ജനകീയമാക്കിയ ആളാണ് ഡാൽട്ടൺ പറയുന്നത് ഓർഡർ ഫ്ലോ ഈസ് ദി സെക്കൻഡ് ലെവൽ ഓഫ് മാർക്കറ്റ് പ്രൊഫൈൽ എന്നാണ്. അതായത് സെക്കൻഡറി ലെവൽ മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് 2 ആണ് ഓർഡർ ഫ്ലോ എന്ന് ഡാൽട്ടൺ പറയുന്നത്. സോ ഈ ഓർഡർ ഫ്ലോ ഒക്കെ നമുക്ക് എന്താണ് കാണുന്നത്? ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സെല്ലറും റൈറ്റ് സൈഡിൽ ബയറും അലൈൻ ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിലിന്റെ എക്സ്റേ നമ്മൾ കാണിച്ചു തരും. ഇതിനെ പറയുന്ന പേരാണ് ഓർഡർ ഫ്ലോ. ഓർഡർ ഫ്ലോയുടെ ഒരു ക്യാൻഡിലിന്റെ നമുക്ക് വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും. നിങ്ങൾ ഈ കാണുന്ന എന്താണ്? ഇത് ഇന്നലത്തെ നിഫ്റ്റിയുടെ നമ്മളെ 9:45 ശേഷം വന്ന് ഈ 11:30 മണിക്ക് തുടങ്ങിയ ആ ക്യാൻഡിൽ, അതായത് 12:30 മണിക്കല്ല, ഈ ഒരു ക്യാൻഡിലിന്റെ ഒരു സാധനം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇന്നലെ NSE ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരമുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു. അപ്പൊ ഇന്നലെ നിങ്ങൾ കൃത്യമായി ഇന്നലെ നിഫ്റ്റിയിൽ ഈ ഒരു ക്യാൻഡില് ഓപ്പൺ ചെയ്തത് 22,538, ഹൈ മെയ്ഡ് ചെയ്തത് 22,549.70, ലോ 502.10. നിങ്ങൾ ഈ മുകൾ ഭാഗത്ത് ഈ ഭാഗത്ത് കാണുന്നുണ്ടല്ലോ 502.10. അതിന് ക്ലോസ് ചെയ്തേക്കാൻ 22,536. അതായത് 6 പോയിന്റ് പ്ലസിൽ ആ ക്യാൻഡിൽ അവസാനിച്ചു. ആ ക്യാൻഡിലിന്റെ ഓർഡർ ഫ്ലോ ആണ് നിങ്ങൾ ഈ കാണുന്ന ഈ സ്കാനം, ഈ ഒരു സാധനം നിങ്ങൾ കണ്ടുനോക്കൂ. അതിനകത്ത് എവിടെയാണ് ഇപ്പൊ ലാസ്റ്റ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ക്യാൻഡിലിന്റെ ബോഡിക്ക് ശേഷം കുറെ സ്പൈക്ക് ഉണ്ട്. ടിൽ 502 വരെ സ്പൈക്ക് ഉണ്ട്. നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെയൊക്കെ 321/0. ഇതൊക്കെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആണ്. അതായത് ഇതിൽ ട്രേഡ് ചെയ്ത ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് സംഭവിച്ച ആൾക്കാരുടെ ഓർഡർ ആണ്. നിങ്ങൾ അതേസമയം നിങ്ങൾ ഇവിടെ ഒരു നിങ്ങൾ നോക്കൂ, ഈ ക്യാൻഡിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ചുവപ്പാണ് കാണുന്നത്. ഈ ക്യാൻഡിൽ ചുവപ്പ് കാണുന്നു. അതിനകത്ത് ഇവിടെ കുറച്ച് സെല്ലിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾ അടുത്ത ക്യാൻഡിൽ നോക്കൂ, ഇവിടെ പച്ച കളർ ക്യാൻഡിൽ, നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ. ഈ ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ നോക്കും, നിങ്ങൾക്ക് ഒരു ക്യാൻഡിൽ എത്ര വോളിയം നടന്നു? അതായത് 5210 ലോട്ട് സൈസ് വോളിയം നടന്നു. അതിൽ 336 നെറ്റ് ബൈയിങ് ഉള്ള ക്യാൻഡിലാണ്. സോ ബുള്ളിഷ് ആണ്. അതേസമയം നിങ്ങൾ ഇവിടെ നോക്കൂ, ഈ ഒരു ക്യാൻഡിൽ എന്താണ്? മൈനസ് ആണ് കാണിക്കുന്നത്. നിങ്ങളെ കാണുമ്പോൾ ബേറിഷ് ക്യാൻഡിൽ. കാരണം ക്യാൻഡിലിന്റെ സ്ട്രെങ്ത്, ക്യാൻഡിൽ എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്? ക്യാൻഡിലിന്റെ കളർ പച്ചയാണോ ചുവപ്പാണോ? ക്യാൻഡിലിന്റെ ഓപ്പണും ക്ലോസും, അതായത് ഓപ്പണിനെക്കാട്ടി മുകളിൽ ക്ലോസ് വരികയാണെങ്കിൽ അത് പച്ച ക്യാൻഡിൽ എന്ന് പറയും, അല്ലെങ്കിൽ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയും. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ക്യാൻഡിലിന്റെ ഓപ്പണിനെക്കാട്ടി ക്ലോസ് താഴെ വരികയാണെങ്കിൽ അതിനെന്ത് പറയും? ബേറിഷ് ക്യാൻഡിൽ, അല്ലെങ്കിൽ ചുവന്ന ക്യാൻഡിൽ, അല്ലെങ്കിൽ എന്താണ് സെല്ലിംഗ് ഉള്ള ക്യാൻഡിൽ എന്ന് പറയും. നിങ്ങൾ ഇവിടെ നോക്കൂ, ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ നിങ്ങൾ കാണുന്നത്. അതായത് ഓപ്പണ് 546-ലും ക്ലോസ് 540 കൊണ്ട് ഇതൊരു സെല്ലിംഗ് ക്യാൻഡിലാണ് കാണുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ഒരു ക്യാൻഡിൽ നെറ്റ് എത്രയാണ്? 8328 ലോട്ട് സൈസ് ബൈ ഓളിയും നടന്നു. അതിൽ 1250 നെറ്റ് ബൈയിങ് ആണ്. ഡെൽറ്റ ഇവിടെ പ്ലസ് ആണ്.
സോ നിങ്ങൾ ഒരു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഒരു ക്യാൻഡിലിന് ഡിഫറൻസും എന്താണ് ഓർഡർ ഓഫ് ഫ്ലോ തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന്. ഇവിടെ നമ്മൾ ചുവന്ന ക്യാൻഡിൽ കാണുന്നത്, ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ചുവന്ന ക്യാൻഡില്, അതായത് ഈ ചുവപ്പ് സെല്ലിംഗ് എന്ന് പറയും പോലെ, ഈ ചുവപ്പ് സെല്ലിംഗ് എന്ന് പറയും പോലെ. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾ കാണുമ്പോൾ ഈ ക്യാൻഡിലിനകത്ത് മൊത്തം 8328 ലോഡ് സൈസ് വോളിയം നടന്നു. അതിൽ 1250 ക്യാൻഡിലും നമുക്ക് പ്ലസിലേക്കാണ് പോയിരിക്കുന്നത്. സോ ഈ ഒരു ക്യാൻഡിലിന്റെ വോളിയം നിങ്ങൾ കാണുമെന്ന് പറയും, നിങ്ങൾക്ക് ഓർഡർ ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർ പറയും അയ്യോ ഈ ക്യാൻഡിൽ സെല്ലിംഗ് ക്യാൻഡിലാണ്, അതോ ആരോ വിറ്റിട്ടുണ്ട്. പക്ഷെ ആസ് എൻ ഓർഡർ ഫ്ലോ ട്രേഡർ നമ്മളിവിടെ കാണുമ്പോൾ എന്താണ് കാണുന്നത്, ഓ ഈ ഒരു ക്യാൻഡിൽ ഇത്രയും ക്യാൻഡിലിന്റെ കളർ ചുവപ്പാണ്, അത് ഓപ്പൺ ക്ലോസിനെക്കാട്ടി മുകളിലായാണ്, അതായത് ക്ലോസ് ഈസ് ലെസ് ദാൻ ഓപ്പൺ ആയത്, അതായത് 22,546 ഓപ്പൺ ചെയ്ത് 540 അവസാനിച്ചു, 6 പോയിന്റ് താഴെ അവസാനിച്ച ക്യാൻഡിൽ ആയതുകൊണ്ട് അത് ക്യാൻഡിൽ ചുവപ്പാണ്. പക്ഷേ ഈ ഓർഡർ ഫ്ലോയുടെ നമ്മളെ നോക്കൂ, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, ഓർഡർ ഫ്ലോ യൂസേഴ്സിന്റെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങൾ ഈ കാണുമ്പോൾ ഇതിനകത്ത് കാണുന്നത് എന്താണ്, 8328 ക്വാണ്ടിറ്റി ബൈയിങ്ങും അതിൽ 1250 ക്വാണ്ടിറ്റി പ്ലസിലാണ് കാണുന്നത്. അതിന് അർത്ഥം എന്താണ്, ഈ ക്യാൻഡിൽ നമ്മളെ സംബന്ധിച്ച് ബുള്ളിഷ് ക്യാൻഡിലാണ്, അല്ലാതെ ഒരു ബേറിഷ് ക്യാൻഡിൽ അല്ല. സോ ഓർഡർ ഫ്ലോ ഡിഫറൻസ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളത്. ഓർഡർ ഫ്ലോ പ്യൂർലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തുവാണെന്ന് വെച്ചാൽ, ഓർഡർ ഫ്ലോയ്ക്കകത്ത് ഏറ്റവും വലിയ ഒരു ഉപകാരം എന്ന് വെച്ചാൽ അത് ബയറുടെ സെല്ലറുടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഓർഡർ ഫ്ലോയ്ക്കകത്ത് അറിയാൻ പറ്റും. ആരാണ് മുന്നിൽ, ഇപ്പൊ ഈ നേരത്തെ കാണിച്ച ക്യാൻഡിലാണ് നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ പറ്റും. ഈ ക്യാൻഡിൽ നിങ്ങൾ നോക്കൂ, ഈ ക്യാൻഡിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബയറും സെല്ലറും തമ്മിലുള്ള സ്ട്രെങ്ത്തിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത്, ബയറാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. നമ്മളെ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ മാത്രം ഉപയോഗിക്കുന്ന ആളാണ് നമ്മൾ പറയോ ഇത് സെല്ലിംഗ് ക്യാൻഡിലാണ്, ഇവിടെ ആരെയും വിറ്റിട്ടുണ്ട്. പക്ഷെ അതല്ല, തെറ്റിദ്ധാരണയാണത്, തെറ്റായ കാരണമാണ് നിങ്ങൾ പഠിക്കുന്നത്. അത് നിങ്ങളെ പല ബ്രേക്ക് ഔട്ടിനും പല കാര്യങ്ങൾക്കും നിങ്ങൾ നെഗറ്റീവായി വരും. സോ ആ ഒരു കാര്യം ഇവിടെ നിങ്ങൾ ഓർത്തോളുക. രണ്ടാമത്തെ കേസ് അടുത്ത എന്താണ്, POC വിൽ ഗൈഡ് യു ടു ടേക്ക് പൊസിഷൻ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് POC, അതായത് നമ്മൾ പറഞ്ഞല്ലോ പോയിന്റ് ഓഫ് കൺട്രോൾ ഒക്കെ മാർക്കറ്റ് പ്രൊഫൈൽ പഠിച്ച അതേപോലെ ഈ ക്യാൻഡിലിന്റെ POC ഈ മുകളിലാണ് ഫോം ചെയ്യിക്കുന്നത്. അപ്പൊ അതിനർത്ഥം എന്താണ്, ആരോ ഇവിടെ ഈ ക്യാൻഡിലിന്റെ POC മുകളിലേക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ഇത് ബൈയിങ് ക്യാൻഡിൽ ആണെങ്കിൽ കൂടി അതിന്റെ POC മുകളിലായതുകൊണ്ട് നമുക്കത് എന്താണ്, അതൊരു നല്ലൊരു ഗുഡ് ബൈയിങ് ക്യാൻഡിൽ അല്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഈ POCയുടെ കാര്യങ്ങളും ഡെൽറ്റയുടെ കാര്യങ്ങളും നമ്മൾ ഇനി വരാൻ പോകുന്ന കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ് അഥവാ കോട്ട്, ക്യുമുലേറ്റീവ് ഡെൽറ്റ, അഗ്രസീവ് ബൈയിങ്, ഇതെല്ലാം നമ്മൾ ഇനി വരാൻ പോകുന്ന സീരീസ് ഓഫ് വീഡിയോ ഓർഡർ ഫ്ലോ വീഡിയോ ഒക്കെ തരുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ച് പിന്നെ കിടക്കാം നമുക്ക്. അപ്പൊ ഈ POC ഡിസൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ക്യാൻഡിൽ കൊള്ളാമോ ഇല്ലേ എന്ന്. പിന്നെ എന്താണ്, ഒരു ട്രെൻഡ് ഡേയിൽ നമുക്ക് ഓർഡർ ഫ്ലോ അനലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബയറിന്റെ സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രേഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമുക്ക് പ്രോഫിറ്റബിലിറ്റി നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി കിട്ടാൻ പറ്റും. അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കൂ, ഈ എക്സ്പയറി ഡേയുടെ അന്ന് നിങ്ങൾ നോക്കൂ, നിഫ്റ്റിയിൽ ഒരിക്കൽ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം മാർക്കറ്റ് പൊട്ടി തിരിച്ച് കയറി വന്ന ദിവസങ്ങളെ നിങ്ങൾ ആ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ഓർഡർ ഫ്ലോ ക്യാൻഡിൽ വരുന്നത് നോക്കൂ, ഒരിക്കൽ പൊട്ടി വീണ്ടും ഇറങ്ങി തിരിച്ച് കയറിയപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒറ്റ ക്യാൻഡിൽ 1 lakh വോളിയം നടന്നു 25,000 മോളം ഡെൽറ്റ ബൈയിങ് വന്നു. ഈ ഒറ്റ ക്യാൻഡിലാണ് എന്റെ ഒരു സിസ്റ്റത്തിനെ ചേഞ്ച് ചെയ്ത് മാറിയത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ദിവസം ഈ ബൈയിങ്ങിന്റെ സ്ട്രെങ്ത് ഓഫ് ദ ക്യാൻഡില്, വോളിയം ഉണ്ട്, ഇതെല്ലാം നമുക്ക് ഏത് വച്ചേ നമുക്ക് അറിയാൻ പറ്റും, ഓർഡർ ഫ്ലോ വെച്ച് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ട്രെൻഡ് ഡേ മാറുന്നോ, പ്രത്യേകിച്ച് ഓപ്ഷൻസിന്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള എക്സ്പെർട്ട് ദിവസങ്ങളിലൊക്കെ നമുക്ക് ഓർഡർ ഫ്ലോ നമുക്ക് സ്ട്രെങ്ത് തരും, നമുക്കത് കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല അറിയാം. പിന്നെന്താണ്, പ്യൂർലി ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഗർ പ്ലെയർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി മാർക്കറ്റിലുണ്ടോ, ബിഗർ പ്ലെയർ മാർക്കറ്റിലുണ്ടോ, എല്ലാം നമുക്ക് ഓർഡർ ഫ്ലോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഒരു ബിഗർ, അതായത് നമുക്ക് നോർമലി നടക്കുന്ന 3000 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 5000 ക്വാണ്ടിറ്റി വോളിയം നടക്കുന്ന ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ, ആ സ്ഥാനത്ത് ഒരു 10,000 ക്വാണ്ടിറ്റി വോളിയം വരുന്നു, ഒരു ഒറ്റയടിക്ക് 4000 ക്വാണ്ടിറ്റി ബയർ വരുന്നു, അല്ലെങ്കിൽ ഒരു 6000 ക്വാണ്ടിറ്റി ബയർ വരുന്നു. ആ ബയറൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, നിങ്ങൾക്ക് ഓർഡർ ഫ്ലോയുടെ ക്യാൻഡിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർഡർ ഫ്ലോ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യും. കാരണം ഓർഡർ ഫ്ലോ ഒക്കെ നമുക്ക് നോക്കുമ്പോൾ കൃത്യമായി അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഈ സമയത്ത് ഈ മാർക്കറ്റ് ഇവിടെ പോയ സമയത്ത് ഈ ഒരു ഒറ്റ ക്യാൻഡിൽ എന്റെ സിസ്റ്റം മാറി, ഓർഡർ ഫ്ലോ വോളിയം വന്നു. വോളിയം വരുമ്പോൾ നമുക്ക് മനസ്സിൽ എന്താണ്, ആരോ ഇതിനകത്ത് വാങ്ങുന്നുണ്ട്. ഈ നോക്ക് ഇവിടെ ഇത്രയും ഡെൽറ്റയും വന്നു. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ 49,000 ക്വാണ്ടിറ്റി വോളിയത്തിൽ 9,759 ക്വാണ്ടിറ്റി ബൈയിങ്, പാസീവ് ബൈയിങ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ പാസീവ്, ക്യുമുലേറ്റീവ് എല്ലാ ബൈയും ചേർന്ന് വരുന്നത്, അഗ്രസീവ് എല്ലാം ചേർന്നാണ് ഡെൽറ്റ വരുന്നത്. സോ ഈ ഡെൽറ്റയ്ക്ക് അത് നോക്കുമ്പോൾ ഇത്രയും ബൈയിങ് ഉണ്ട്, അതൊരു കിടിലൻ ക്യാൻഡിലാണ്. ആ ക്യാൻഡിൽ കണ്ട നമുക്ക് മനസ്സിലാക്കും മാർക്കറ്റ് കയറുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഷോർട്ട് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയിരിക്കാം. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ചെയ്യും. ഇതെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വാക്കിനെ പറയുന്ന പേരാണ് റിസ്ക് മാനേജ്മെന്റ്. റിസ്കിനെ മാനേജ് ചെയ്യാൻ നമുക്ക് ഓർഡർ ഫ്ലോ സഹായിക്കും. ഓർത്തോടുക, ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് എക്സ്റേ ഓഫ് എ ക്യാൻഡിൽ ആണ്. ഇതിനകത്തുള്ള സ്ട്രെങ്ത് നമുക്ക് അറിയാൻ പറ്റും. ബയറും സെല്ലറും തമ്മിലുള്ള പ്ലേയേഴ്സിന്റെ സിസ്റ്റം ഇങ്ങനെ അറിയാൻ പറ്റും. ആ POC എവിടെ ഫോം ചെയ്തേക്കണം അറിയാൻ പറ്റും.
ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് FIs ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, ബിഗർ പാർട്ടീസ് ആയ പ്രോപ്പർട്ടി ഡെസ്കിന്റെ ആക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, ലോക്കൽസിന്റെ പ്ലേ അറിയാൻ പറ്റും, റിസ്കിനെ മാനേജ് ചെയ്യുക. നമ്മുടെ ഇതിന്റെ ഒരൊറ്റ വാക്ക് നിങ്ങൾ ഓർത്തോളൂ, എല്ലാം കൂടെ ചേർത്ത് ഒരു തൊഴുത്തിൽ കെട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിസ്ക് മാനേജ്മെന്റ്. നമ്മുടെ റിസ്കിനെ നമ്മളെ മാനേജ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ടൂളാണ് ഓർഡർ ഫ്ലോ. സോ ഓർഡർ ഫ്ലോ സീരീസിന്റെ ആദ്യത്തെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഓർഡർ ഫ്ലോ സീരീസിന് ഇനി ഓരോ കാര്യങ്ങളും വന്നുകൊണ്ടുള്ള പുതിയ 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 വീഡിയോസ് വരുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഔട്ട് ചെയ്ത് നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ ബൈ ബൈ ആൻഡ് ഹാപ്പി സൺഡേ ടു ആൾ ഓഫ് യു. നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ ഓർഡർ ഫ്ലോ സീരീസ് വീഡിയോ നമ്പർ 2 ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് പറഞ്ഞു നിർത്തിയത്? ഓർഡർ ഫ്ലോയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ ഓർഡർ ഫ്ലോയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞ എന്താണ് ഈ ഓർഡർ ഫ്ലോ, എന്തുകൊണ്ടാണ് ആ ഓർഡർ ഫ്ലോയുടെ യൂസേജ്, ഇതിനൊക്കെ കുറിച്ചുള്ള വ്യക്തമായ ഒരു അടിത്തറ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. കാരണം നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ബേസിക്സ് 10 വീഡിയോസ് അടങ്ങിയ മാർക്കറ്റ് പ്രൊഫൈൽ സീരീസ് പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഓർഡർ ഫ്ലോയുടെ പുതിയൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞു, എന്താണ് ഓർഡർ ഫ്ലോ, യൂസ് ഓഫ് ഓർഡർ ഫ്ലോ, ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായി അത് പറഞ്ഞുകൊണ്ട് സെക്കൻഡ് വീഡിയോയിൽ ഇപ്പോൾ കിടക്കാം. നമ്മൾ ഈ സെക്കൻഡ് വീഡിയോ വരാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് ഓർഡർ ഫ്ലോ. ഒരു ഓർഡർ ഫ്ലോയുടെ അകത്ത് എന്തൊക്കെ ഇമ്പോർട്ടൻസ് പാർട്സ് ഉണ്ട്, ഒരു ഓർഡർ ഫ്ലോ ക്യാൻഡിലിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയി വരുന്ന പാർട്ടുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അത് വ്യക്തമായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. നമുക്ക് അത് അറിയാൻ പറ്റും. ഇപ്പൊ എന്റെ ഒരു ഓർഡർ ഫ്ലോ അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ, ഈ ഒരു ഓർഡർ ഫ്ലോയുടെ ചാർട്ട് പ്രകാരം നിങ്ങൾ ഈ കാണുന്ന ഓർഡർ ഫ്ലോ, ഇതിപ്പോ എന്റെ ഓർഡർ ഫ്ലോ ആണ്. ഇതിപ്പോ നിഫ്റ്റിയുടെ 15 മിനിറ്റിന്റെ ഓർഡർ ഫ്ലോയുടെ ചാർട്ടാണ്. അത് ഓരോ ക്യാൻഡിലും 15 മിനിറ്റ് ആണ്. ഈ ഓർഡർ ഫ്ലോയ്ക്കകത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ക്യാൻഡിൽ, ഇതിപ്പോ ഒരു ക്യാൻഡിലാണ്. ഈ ക്യാൻഡിലെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ സെല്ലറും ഈ റൈറ്റ് സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ബയർ. ഇപ്പൊ ഒരു ഓർഡർ ഫ്ലോയ്ക്ക് രണ്ടാമത്തെ കാര്യം ബയർ സെല്ലറും കഴിഞ്ഞു. അടുത്തത് ഈ മോളിൽ വരുന്നത് ഈ 7611, അതായത് ഈ ടോട്ടൽ വോളിയം നിങ്ങൾ ഈ കാണുന്ന കണ്ടല്ലോ, ഈ വോളിയം എന്ന് പറഞ്ഞ പാർട്ടാണ് ഈ 7611 എന്ന് പറഞ്ഞ് കിടക്കുന്നത്. സെക്കൻഡറി വോളിയം പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ഒരു ക്യാൻഡിലിന് POC ഉണ്ട്. എന്റെ ക്യാൻഡിലിൽ ഓരോ POC ഈ മാഗ്നീറ്റ ഒരു മജന്ത കളർ വെച്ച് ഇതിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനാണ് പറയുന്ന പേരാണ് ഈ ഒരു ക്യാൻഡിലിന്റെ POC. ഈ ഒരു 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമല്ലോ. ഇനി നമ്മൾ വരാൻ പോകും. അപ്പൊ ഓർഡർ ഫ്ലോയ്ക്കകത്ത് നമ്മൾ എന്ത് പറഞ്ഞു? വോളിയത്തിനെ പറഞ്ഞു. ഇതാണ് വോളിയം, ഇതാണ് വോളിയം, ഓരോ വോളിയം. ഇനി അടുത്തത് ആ ഒരു ക്യാൻഡിലിനകത്തുള്ള POC, ഇതാണ് POC. അവിടുത്തെ POC കണ്ടു. ഇനി അടുത്ത ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിനെ സെല്ലേഴ്സും റൈറ്റ് സൈഡിൽ കാണുന്നതിനെ ബയേഴ്സ് എന്നും പറയും. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത വരാൻ പോകുന്ന ഒരു ഓർഡർ ഫ്ലോയുടെ കാര്യം എന്താണ്? നമ്മൾ അടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഓർഡർ ഫ്ലോ വരുന്ന കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഏതാണ് കാര്യങ്ങള്? നമുക്ക് അടുത്ത ഓർഡർ ഫ്ലോക്കകത്ത് വരുമ്പോൾ അടുത്ത് നോക്കേണ്ടത് ഇനി എന്താണ്? ഓർഡർ ഫ്ലോക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പാരാമീറ്റർ എന്നാണ് ഓർഡർ ഫ്ലോ, അതായത് വോളിയം. സോ നമ്മൾ വോളിയത്തിനെ കുറിച്ച് ഞാൻ കാണിച്ചു തന്നു. എന്താണ് ഒരു വോളിയം എന്ന് പറയുമ്പോൾ? വോളിയം എന്ന് പറഞ്ഞ എന്താണ് നമ്മൾ കാണിച്ചത്? വോളിയം എന്ന് പറഞ്ഞ ഇതാണ് വോളിയം. ഈ കാണുന്ന ഈ വോളിയം ഇതാണ് കാണുന്നതാണ്. നിങ്ങൾ കാണുന്നല്ലോ ഈ വോളിയം എന്ന പാർട്ട്. നിങ്ങൾ ഈ കാണുമ്പോൾ ഇത് നമ്മൾ എന്ത് പറയും? നമ്മൾ ഇതിനെ വോളിയം എന്ന് പറയും. ഈ ഒരു പാർട്ടിനെ നമ്മൾ എന്താണ് പറയണത്? വോളിയം. അതായത് ആ ഒരു പർട്ടിക്കുലർ 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ 1 മിനിറ്റോ എന്തോടായിക്കോട്ടെ, ആ ക്യാൻഡിലകത്ത് നടക്കുന്ന ടോട്ടൽ വോളിയത്തിനാണ് ഈ വോളിയം, ഈ ഒരു വോളിയം കൊണ്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. അടുത്ത വരുന്ന പാർട്ട് ഏതാണ്? വോളിയം കഴിഞ്ഞാൽ അടുത്ത വരുന്ന പാർട്ട് ഏതാണ്? വോളിയം കഴിഞ്ഞാൽ അടുത്ത വരുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത POC. അപ്പൊ POC എവിടെയാണ്? നമ്മുടെ POC എന്ന് പറയുന്ന പാർട്ട് അടുത്ത വരുന്നത് POC. POC എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് ഓഫ് കൺട്രോൾ ഓഫ് പർട്ടിക്കുലർ ക്യാൻഡിൽ. വോളിയത്തിൽ എന്ത് പറയും? വോളിയത്തിൽ എന്തൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ടോട്ടൽ ബൈ ആൻഡ് ടോട്ടൽ സെല്ല്. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ സെല്ലറും റൈറ്റ് സൈഡിൽ ബയറും വെച്ച് പർട്ടിക്കുലർ ക്യാൻഡിൽ പോയി അതിന്റെ ഒരു ക്ലബിനെ നമ്മൾ പറയും വോളിയം എന്ന് പറയും. സോ അതിനകത്തുള്ള POC എന്ന് പറഞ്ഞതാണ്. POC എന്ന് പറയുമ്പോൾ ഇതാണ് അതിന്റെ POC. POC എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു മജന്ത കളറിനകത്ത് മാഗ്നീറ്റ കളറിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ, ഇതിനൊക്കെ പറയുന്ന പേരാണ് POC ഓഫ് ദ ക്യാൻഡിൽ. ഇനി അടുത്ത് നമ്മൾക്ക് എന്താണ് വരുന്നത്? ഇനി അടുത്ത് നമ്മൾ നോക്കുമ്പോൾ POC കഴിഞ്ഞാൽ അടുത്ത വരുന്നത് എന്താണ്? അടുത്ത നമ്മൾ നോക്കുമ്പോൾ POC കഴിഞ്ഞിട്ട് അടുത്ത വരുന്നതാണ് ഡെൽറ്റ.
ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടന്റ്. അതായത് ഡെൽറ്റ എന്ന് പറഞ്ഞത് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് ബൈസും മാർക്കറ്റിൽ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിനകത്ത് നടക്കുന്ന ടോട്ടൽ ബൈയും ടോട്ടൽ സെല്ലിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡെൽറ്റ. അതായത് ഇപ്പം സപ്പോസ് നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ഒരു ക്യാൻഡിലിനകത്ത് മൊത്തം ബൈയും സെല്ലും ചെയ്തതിനു ശേഷം ഡെൽറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു ഈ ഒരു ക്യാൻഡിൽ നോക്കൂ. നിങ്ങൾ ഈ ക്യാൻഡിലകത്ത് നിങ്ങൾ കാണാൻ പറയാം. അപ്പൊ ഇതൊരു ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്ക്, ഇതാണ് ക്യാൻഡിൽ. ഈ ക്യാൻഡിലിനകത്ത് ടോട്ടൽ ബൈയും ടോട്ടൽ സെല്ലും മൊത്തം വോളിയം 14,509 നടന്നു. ഇതിനകത്ത് ഡെൽറ്റ 1301 എന്ന് പറഞ്ഞാൽ 1880 വരെ നെറ്റ് ബയേഴ്സും 1304 നെറ്റ് സെല്ലേഴ്സും കഴിഞ്ഞ് ബാക്കി ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് വന്നിട്ട് എത്രയാണ്? 1880 മൈനസ് 304. അതായത് ഡിഫറൻസ് എത്ര വന്നിരിക്കുന്നത്? 1576. പക്ഷെ അത് നിങ്ങൾ ഡെൽറ്റ ഓൾ ചെയ്യാം. ഡെൽറ്റ എന്ന് പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ കാണിച്ചിരിക്കുന്നത് എത്രയാണ്? ഈ ഡെൽറ്റ എന്ന് പറഞ്ഞ 1301 ഈ ഡെൽറ്റ എന്ന് പറയുന്നത്. ഡെൽറ്റ എന്ന് പറയും ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് എന്താണ്? അതില് മാർക്കറ്റ് ബൈസ് മൈനസ് മാർക്കറ്റ് സെൽസ്. മാർക്കറ്റിൽ വരുന്ന ബൈസും സെൽസും ഉൾക്കൊള്ളുന്നതിനെ പറയുന്ന പേരാണ് ഡെൽറ്റ. ഈ ഡെൽറ്റ എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഈ ഒരു ഡെൽറ്റയാണ് ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൽ ബയേഴ്സിന്റെ സ്ട്രെങ്തോ സെല്ലേഴ്സിന്റെ സ്ട്രെങ്തോ ഒക്കെ അറിയാൻ വേണ്ടി കാണിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അതായത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല. അതായത് നമ്മളിപ്പോ നിങ്ങൾ ഇവിടെ നോക്കും. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഈ ഒരു ക്യാൻഡിനകത്ത് ഈ ഒരു ഡെൽറ്റയുടെ ഒരു ഇമ്പോർട്ടൻസ്. ഡെൽറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? മാർക്കറ്റിന്റെ, അതായത് ഈ ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡഡ് മാർക്കറ്റ് ബൈസ് ആൻഡ് മാർക്കറ്റ്സ്. ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് ബൈസ് ആൻഡ് മാർക്കറ്റ് സെൽസിനെ പറയുന്ന പേരാണ് ഡെൽറ്റ. ഈ ഡെൽറ്റ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മളെ സംബന്ധിച്ച് വളരെയധികം അതിനകത്ത് നമുക്ക് പാസീവ് ആയിട്ടുള്ള ഓർഡേഴ്സും ഒരു അഗ്രസീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാധിച്ചു വരും. പക്ഷേ ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് ബൈസ് ആൻഡ് മാർക്കറ്റ് സെൽസ്. അറിയാലോ. ഇനി അടുത്ത് ഡിഫറൻറ്റ് ഡെൽറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ 2002 ഈ ഡെൽറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡെൽറ്റ എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഈ ഡെൽറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓർഡർ ഫ്ലോ ചാർട്ടിൽ 2002 ഡെൽറ്റ ഈസ് ഹെൽപ് ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രെൻഡ് ഓഫ് ദ ഡേ, ട്രേഡിംഗ് ഡേ. അതായത് നമുക്ക് ട്രെൻഡ് അറിയാം. ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ ക്യാൻഡില് നമുക്ക് ഡെൽറ്റ എല്ലാം പ്ലസ് കാലത്ത് തൊട്ടേ പ്ലസ് കാണുമ്പോൾ നമുക്ക് കാണുമെന്ന് അറിയാൻ പറ്റും. ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡില് ആൾക്കാർ ബയേഴ്സിന്റെ സ്ട്രെങ്ത് ആണ് കൂടുതൽ. അതായത് ഡെൽറ്റ എബോവ് 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈയിങ് സ്ട്രെങ്ത് എന്ന് കാണിക്കും ആ ക്യാൻഡില്. ഡെൽറ്റ ബിലോ 0 എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് സ്ട്രെങ്ത് എന്ന് പറയും. ഡെൽറ്റ ഈ ഒരു പർട്ടിക്കുലർ ദിവസത്തെ ഒരു ട്രെൻഡിനെയാണ് ഈ ഡെൽറ്റ. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ. അതായത് നിഫ്റ്റിയുടെ ഈ ഒരു ഇന്നത്തെ 15 മിനിറ്റ് കണ്ടണം. നിഫ്റ്റിയുടെ നിഫ്റ്റിയിൽ ഓപ്പണിംഗ് തൊട്ട് നിഫ്റ്റി ഏകദേശം നല്ല മോർണിംഗ് തൊട്ട് നിഫ്റ്റി ഒരു കയറ്റമൊക്കെ വന്നു. മോർണിംഗിൽ ഈ ഒരു കയറ്റം കയറി തിരിച്ചിറങ്ങി ഒരു ബൈയിങ് ഇന്നലെയൊക്കെ വന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? ഇന്ന് തൊട്ട് ഒരു മോർണിംഗിൽ ബൈ വന്നതിന് ശേഷം പിന്നെ സെല്ലിങ് വന്ന് ഇവിടെയൊക്കെ ഡെൽറ്റ നോക്കാം മൈനസ് ആണ്. വീണ്ടും ഡെൽറ്റ വന്ന് പ്ലസ് വന്നു, വീണ്ടും മൈനസ് ആണ്. മൈനസ് ഇങ്ങനെ വന്നതിന് പോയി അവസാനം ഉച്ചയ്ക്കൊക്കെ മുകളിലോട്ടൊക്കെ മാർക്കറ്റ് ഒക്കെ എത്തിയ സമയത്ത് ഡെൽറ്റയൊക്കെ മൈനസിലേക്ക് വന്നു. അതിന്റെ അർത്ഥം എന്താണ്? മാർക്കറ്റ് കയറുമ്പോഴൊക്കെ ഡെൽറ്റ മൈനസ് വരുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാണ്. വീണ്ടും മാർക്കറ്റ് കയറിയപ്പോൾ വീണ്ടും ഡെൽറ്റ മൈനസിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ അർത്ഥം ആൾക്കാർ എന്താണ്? മാർക്കറ്റിൽ ബയേഴ്സിന്റെ സ്ട്രെങ്ത് കുറവാണ്, സെല്ലേഴ്സിന്റെ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആവാം, അല്ലെങ്കിൽ ഫ്രഷ് സെല്ലേഴ്സ് വന്നതാവാം. ഇതെല്ലാം ഡെൽറ്റ അറിയാം. അപ്പൊ ഇവിടെ നോക്കും 3007 ഈ ഒരു ഇന്നലെ മാർക്കറ്റ് കയറിയ സമയത്ത് ഒരു സെല്ലിംഗ് വന്നു. അപ്പൊ ഡെൽറ്റ 3007 കാണിക്കുന്നതാണ്, സെല്ലേഴ്സ് വന്നു. അടുത്ത നിങ്ങൾ വീണ്ടും നോക്കും, വീണ്ടും മാർക്കറ്റ് വീണ്ടും ഇവിടെ നോക്കും, വീണ്ടും നിഫ്റ്റി 23,92 എന്ന് പറഞ്ഞ പുതിയ ഹൈ വന്നപ്പോൾ വീണ്ടും ഡെൽറ്റ മൈനസ്. അതായത് നിഫ്റ്റിയിൽ ഓരോ ഹൈ വരുന്ന സമയത്തും പ്രോഫിറ്റ് ബുക്കിംഗ് കാണിക്കുന്നു. ഡെൽറ്റ 0യുടെ അബോവ് ആണെങ്കിൽ ഇപ്പൊ ഇത് കണ്ട ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, അതായത് വിറ്റ് ഒരു കവർ ചെയ്തു. അപ്പം കുറച്ച് ഡെൽറ്റ മാറി. അപ്പൊ ഓർത്തു, ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞാൽ ബയേഴ്സിന്റെ സ്ട്രെങ്ത് കാണിക്കുന്നു, ഡെൽറ്റ മൈനസ് എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സിന്റെ സ്ട്രെങ്ത് കാണിക്കുന്നു. ഇത്രയും മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചത്. വേറെ ഒന്നും നിങ്ങൾ കുഴപ്പിക്കണ്ട. കാരണം നമുക്ക് അടുത്ത വീഡിയോ സീരീസിൽ ഇതിനെ കുറച്ച് ഡീപ്പായി പഠിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ഡെൽറ്റ 0 എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ 2002 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡെൽറ്റ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ദിവസത്തെ മാർക്കറ്റിന്റെ സ്ട്രെങ്ത് ഐഡന്റിഫൈ ഡെൽറ്റ അണ്ടർസ്റ്റാൻഡ് ചെയ്യിക്കുന്നു. രണ്ടാമത് ഡെൽറ്റ 0 എബോവ് എന്ന് പറഞ്ഞാൽ ബൈയിങ്സ് എന്ന് പറയും. ഡെൽറ്റ സെൽ എന്ന് പറഞ്ഞ് 0 മൈനസിലാണ് കാണിക്കുകയാണെങ്കിൽ അത് സെല്ലിംഗ് എന്ന് പറയും. പിന്നെ ഈ ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുണ്ട്, ഒരു ഡെൽറ്റയുടെ ഒരു പർട്ടിക്കുലർ സമയത്തുള്ള ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടോട്ടൽ ഡെൽറ്റ. ഒരു ദിവസത്തെ ടോട്ടൽ ഡെൽറ്റയാണ് ഈ ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറയുന്നത്.
അത് ഓവറോൾ സൈഡിൽ വിച്ച് സൈഡിൽ ബയർ ആണോ സെല്ലർ ആണോ ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഡെൽറ്റ ഇനി കാലത്ത് 9:15 തൊട്ട് ആരംഭിക്കും, വൈകിട്ട് 3:30 വരെ മാർക്കറ്റ് ഉണ്ട്. സോ 9:15 സംഭവിക്കുന്ന ഡെൽറ്റ ഇതെല്ലാം കൂട്ടി 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 വരുമ്പോഴാണ് ഈ ക്യുമുലേറ്റീവ് ഡെൽറ്റ. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്യുമുലേഷൻ നടക്കുന്നത്, അതായത് അക്യുമുലേഷൻ നടത്തിയ ഡെൽറ്റയെ പറഞ്ഞ പേരാണ് ക്യുമുലേറ്റീവ് ഡെൽറ്റ. ഇത് ഓവറോൾ ട്രെൻഡിന് അറിയപ്പെടും. മറ്റേ ഡെൽറ്റയുടെ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ആ ക്യാൻഡിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ അല്ലെങ്കിൽ സെല്ലിംഗ് ബൈയിങ് ആണോ നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ സെല്ലിംഗ് ആണെന്ന് അറിയാം. രണ്ടാമത് ക്യുമുലേറ്റീവ് ഡെൽറ്റ നോക്കുമ്പോൾ നമുക്ക് എന്താ പറയാം, ഓവറോൾ ദിവസം ആ ദിവസം മാർക്കറ്റ് എങ്ങനെയാണ്, ആരുടെ കയ്യിലാണ് ആ ദിവസത്തെ മാർക്കറ്റിന്റെ കൺട്രോൾ എന്ന് നമുക്ക് ഏതിലറിയാൻ പറ്റും, ക്യുമുലേറ്റീവ് ഡെൽറ്റ നോക്കുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു കാര്യം കണ്ട് എന്താണ്, നിങ്ങൾ ഇവിടെ നോക്കൂ, അതായത് നമ്മുടെ സമയം സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നമ്മളെ മാർക്കറ്റിനകത്ത് നിങ്ങൾ ഈ കാണുമ്പോൾ ഈ എന്തുവാണ് ഈ ഈ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ നിങ്ങൾ നോക്കൂ. അതായത് ഇവിടെ ഇപ്പം ഈ കാലത്ത് മാർക്കറ്റ് ഇന്നലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്മളെ മാർക്കറ്റ് എപ്പോൾ ഓപ്പൺ ചെയ്തു, 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ദിവസം. സോ ഫസ്റ്റ് ക്യാൻഡിൽ എന്താണ്, ഇന്നലെ ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ ഡെൽറ്റ 2512. ഇപ്പം ഡെൽറ്റ ഇവിടെ കാണിച്ചു, ക്യുമുലേറ്റീവ് ഡെൽറ്റയും കാണിച്ചു, ക്യുമുലേറ്റീവ് ഡെൽറ്റ സെയിം ആണ്. അടുത്ത ക്യാൻഡിൽ 1331 മൈനസ് ഡെൽറ്റയാണ്, അത് ആരോ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ ഡെൽറ്റ ഇവിടെ 1331 കുറച്ചു, ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്തൊരു ഇത് കുറച്ചു. അങ്ങനെ ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഓവറോൾ ഡേയ്സിന്റെ കാണിക്കും. ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിന്റെയാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, ക്യുമുലേറ്റീവ് ഡെൽറ്റ 2512, 1181, 1388. അവസാനം എന്ത് പറ്റി, ക്യുമുലേറ്റീവ് ഡെൽറ്റ ഓരോ കഴിയുമ്പോൾ ഇന്നലെ വൈകിട്ട് നിഫ്റ്റി അവസാനിക്കുന്ന സമയത്ത് നിഫ്റ്റി മൈനസിലാണ് ഇറങ്ങിയത്, ക്ലോസ് ചെയ്തത്. നോക്കൂ, ക്യുമുലേറ്റീവ് ഡെൽറ്റ 8600 മൈനസിലാണ്. അതായത് നിഫ്റ്റിയിൽ ഇന്നലെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് വന്നിരിക്കുന്നത്, ഫ്രഷ് ഡിമാൻഡ് കണ്ടിട്ടില്ല. അതാണ് ഈ ക്യുമുലേറ്റീവ് ഡെൽറ്റ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ -590 ഡെൽറ്റ -590 കാണിക്കുന്നത് അതെന്താണ്, ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഡെൽറ്റയാണ്. പക്ഷെ ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്റെ ഡേയിലെ ഡെൽറ്റയാണ്. ഇപ്പൊ ക്യുമുലേഷൻ ഒക്കെ അപ്പം ഈ ക്യുമുലേറ്റീവ് ഡെൽറ്റ -8600 കാണുമ്പോൾ നിങ്ങൾ എന്ത് കഴിക്കും, ഓ നിഫ്റ്റിയിൽ ഇന്നലെ സെല്ലിംഗ് ആയിരുന്നു, അതായത് പ്രോഫിറ്റ് ബുക്കിംഗേ ഉള്ളൂ, നിഫ്റ്റി വലിയായിട്ട് മൂവ്മെന്റ് നടന്നിട്ടില്ല. അപ്പൊ മുകളിലോട്ടും പോയിട്ടില്ല, അധികം കയറി താഴോട്ടും വന്നിട്ടില്ല. ഇപ്പൊ ഡെൽറ്റയുടെ വലിയ സ്ട്രോങ് ഒരു 25,000 കാണുമ്പോൾ ഓ നല്ല സെല്ലിംഗ് നടന്നിട്ടുണ്ടല്ലോ. സോ മാർക്കറ്റ് വേണമെങ്കിൽ ഒന്നെങ്കിൽ നല്ലവർ താഴെ പോകാനും, അല്ല എങ്കിൽ ഇത് തിരിച്ച് ഷോർട്ട് കവറിംഗ് വരുന്ന സമയത്ത് തിരിച്ച് വലത്ത് കയറി പോകാനും സാധിക്കും. ഇങ്ങനെയുള്ള അസംഷൻസും ഇങ്ങനെയുള്ള ട്രേഡിങ്ങിനെ ഒരു പ്രൊഫഷണൽ ജേണിയിലേക്ക് മാറ്റാൻ വേണ്ടി പ്രൊഫഷണൽ ജേണിയിലേക്ക് മാറ്റാൻ വേണ്ടി ആര് സഹായിക്കും, ട്രേഡിങ്ങിനെ. നിങ്ങൾ നോക്കുമ്പോൾ ട്രേഡിങ്ങിനെ ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ മോർണിംഗ് തൊട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഡെൽറ്റ എന്താണ്, ഇവിടെ ഡെൽറ്റ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, ഇത് മോർണിംഗ് ക്യാൻഡിൽ, ഇന്നത്തെ മോർണിംഗ് ദിവസമാണ്. കാലത്ത് എത്രയാണ് ഡെൽറ്റ, 2512 ഡെൽറ്റ വന്നു. ഇതാണ് ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ഡെൽറ്റ. അപ്പൊ ക്യുമുലേറ്റീവ് ഡെൽറ്റ സെയിം ആണ്. പക്ഷെ ക്യുമുലേറ്റീവ് ഡെൽറ്റ അടുത്ത ക്യാൻഡിൽ മൈനസ് വന്നപ്പോൾ എന്ത് പറ്റി, ക്യുമുലേറ്റീവ് ഡെൽറ്റ കുറഞ്ഞു. അതായത് ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ദിവസത്തെ ട്രെൻഡിങ്ങിനെ കാണിക്കും. അപ്പൊ ലാസ്റ്റ് വരെ പോണ സമയത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 8600 വരെ നിഫ്റ്റി കാണിക്കണ്ട, 8600 ഡെൽറ്റ. അതായത് ലാസ്റ്റ് നോക്കി ക്യുമുലേറ്റീവ് ഡെൽറ്റ -8600, ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ കണ്ട -593. ഇവിടെ എത്രയാണ്, +130 ആണ്. അപ്പം ഡെൽറ്റ ഇങ്ങനെ 9308 130 കുറയ്ക്കുമ്പോൾ 87 വന്നു. അങ്ങനെ ഓരോ ഡെൽറ്റയും ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആടി ഓരോ നമ്മൾ എത്ര ടൈം ഫ്രെയിമാണ് എടുക്കുന്നത് ആ ടൈം ഫ്രെയിമിന്റെ എല്ലാം ക്യാൻഡിലെ ക്യുമുലേറ്റീവ് ഡെൽറ്റ എടുത്ത് ആടി പോകുന്നതിന് ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ. ആ ക്യുമുലേറ്റീവ് ഡെൽറ്റ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു പർട്ടിക്കുലർ ദിവസം ട്രെൻഡ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇത് കാണുന്നതാണ്, നിഫ്റ്റി മോളോട് കയറുമ്പോഴൊക്കെ ഡെൽറ്റ മൈനസ് വരുന്നു. അതിനകത്ത് എന്താണ്, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ആരോ, പ്രോഫിറ്റ് 23 മുകളിൽ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ഡെൽറ്റ മൈനസ് ആണ്, ഇവിടെയൊക്കെ ഡെൽറ്റ മൈനസ്. അതിനകത്ത് എന്താണ്, ഈ എന്നൊക്കെ മാർക്കറ്റ് 23 മുകളിൽ പോകും, അപ്പോഴൊക്കെ ഡെൽറ്റ മൈനസിലേക്ക് വരുന്നു. അതിനകത്ത് എന്താണ്, ആരോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നേരത്തെ ഇന്നലെ മെനയാന്ന് ട്രെൻഡിന്റെ ആയതുകൊണ്ട് ആ ട്രെൻഡിന്റേക്ക് വാങ്ങിച്ച ആരെങ്കിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്. അപ്പൊ ഡെൽറ്റ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു പർട്ടിക്കുലർ ക്യാൻഡിന്റെ ഒരു സ്ട്രെങ്തിനെ കുറിച്ച് ചോദിക്കും. ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്നാണ് ഓവറോൾ ട്രെൻഡ് അറിയാനും ഉപയോഗിക്കുന്നുണ്ട്. സോ ഈ എന്താണ് ഈ ക്യുമുലേറ്റീവ് ഡെൽറ്റയും ഡെൽറ്റയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രേഡിങ്ങിനെ ഒരു പ്രൊഫഷണൽ വേയിലേക്ക് മാറ്റുന്നു. ഫോർ എക്സാമ്പിൾ 8600 കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു നോർമൽ സെല്ലിംഗ് വോളിയമാണ്, അത് വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമല്ല. ഇവിടെ ഈ 8600 സ്ഥാനത്ത് നിങ്ങൾ ഒരു 25,000-30,000 കണ്ടുവെക്കും. ഓ സാരോ ഒരാൾ 30,000 കൊണ്ടിരിക്കുക പറഞ്ഞാൽ വലിയ ഡെൽറ്റയാണ്. അപ്പോ ഇന്ന് മോർണിംഗ് തൊട്ട് നല്ല സെല്ലിംഗ് നടന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എന്താണ്, ഒന്നുകിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു സെല്ലിംഗിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. എങ്ങനെയാണ്, ഈ ഡെൽറ്റ വന്ന ഏരിയയിലൊക്കെ മാർക്കറ്റ് വീണ്ടും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് കവറിംഗ് വരാൻ ചാൻസ് ഉണ്ട്, മുകളിലോട്ട് കയറി പോവാം. അതേ ഷോർട്ട് കവറിംഗ് അതിഭീകരമായി സംഭവിക്കും. നിങ്ങൾ ഓർത്തല്ല, കഴിഞ്ഞ വ്യാഴാഴ്ച നിഫ്റ്റി പോയ പോക്കണ്ടില്ലേ, അതേപോലെ സംഭവിക്കാം. അല്ലെങ്കിൽ അടുത്തൊന്ന് സംഭവിക്കാം, ഓ നല്ല സെല്ലർ സ്ട്രോങ് ആണ്, ഇപ്പോഴും സെല്ലർ സ്ട്രോങ് ആണ്, അതാണെങ്കിൽ മാർക്കറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രേഡിങ്ങിനെ ഒരു പ്രൊഫഷണൽ വേയിലേക്ക് മനസ്സിലാക്കി എടുക്കാനാണ് നമ്മൾ ഈ ഡെൽറ്റ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ക്യാൻഡിലെ മാർക്കറ്റ് ബൈസിനും സെൽസിനും തമ്മിലുള്ള ഡിഫറൻസിനെ പറഞ്ഞപ്പോഴാണ് ഡെൽറ്റ. കണ്ടോ, ഇതാണ് ഡെൽറ്റ എന്ന് പറഞ്ഞത്.
അടുത്തത് ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ദിവസത്തെ ഡെൽറ്റ നമ്മൾ ആഡ് ചെയ്ത് കൂട്ടി പോകുമ്പോൾ ക്യുമുലേറ്റീവ് ആയിട്ട് കാണുന്ന ഡെൽറ്റയെ പറഞ്ഞപ്പോഴാണ് ക്യുമുലേറ്റീവ് ഡെൽറ്റ. ക്യുമുലേറ്റീവ് ഡെൽറ്റ കൊണ്ട് നമ്മൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ആ പർട്ടിക്കുലർ ദിവസത്തെ ട്രെൻഡ് എങ്ങനെ പോകും നോക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ ഡെൽറ്റ കൊണ്ട് എന്ത് ഉപയോഗിക്കുന്നു, ആ പർട്ടിക്കുലർ ക്യാൻഡിൽ എങ്ങനെ മൂവ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ ഓർത്തോളുക, ഡെൽറ്റയും ക്യുമുലേറ്റീവ് ഡെൽറ്റയും ഒന്നാണ്. പക്ഷെ ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ഹോളായിട്ട് ആഡ് ചെയ്ത് പോകുന്നു. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ക്യാൻഡിലിനെ മാത്രമാണ്. അപ്പൊ നിങ്ങൾ വ്യക്തമായി നിങ്ങൾ ഓർത്തോളുക, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണ്, നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ആ ഒരു രീതിക്ക് മാത്രമേ ഇതിനെ പ്രൊഫഷണൽ വെയിൽ ഉണ്ടാക്കി മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഒന്നാണ് നമ്മൾ ഓർഡർ ഫ്ലോയുടെ ബേസിക് ആയുള്ള ആദ്യത്തെ ഇമ്പോർട്ടന്റ് പാർട്സ് ആണ്. വോളിയം വരുന്നുണ്ട്, വോളിയം കാണാൻ പറ്റും, POC കാണാൻ പറ്റും. നിങ്ങൾ കാണുന്ന വോളിയം ഈ 13,706 വോളിയം, അതായത് POC പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ ആ ഒരു പോയിന്റ് ഈ മഗ്നീറ്റ കളറിനെ പറയുന്നപ്പോഴാണ് POC. പിന്നെ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എന്ന ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് ബൈസ് ആൻഡ് മാർക്കറ്റ് സെൽസ്. ഇതിനകത്ത് അഗ്രസീവ് വരും, പാസീവ് എല്ലാം വരും, മാർക്കറ്റ് ബൈസ് മാർക്കറ്റ് സെൽസ് എല്ലാം വരും. പിന്നെ രണ്ടാമത്തെ കേസ് എന്താണ്, ഡെൽറ്റയ്ക്കകത്ത് തന്നെ നമ്മൾ എന്താ പറയുക, ഡെൽറ്റ ഇൻട്രൊഡ്യൂസ് 2002 ഡെൽറ്റ നമ്മളെ മാർക്കറ്റിനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഒരു പ്രൊഫഷണൽ വേയിൽ നമ്മളെ ട്രേഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. സീറോയുടെ അപ്പോൾ ആണെങ്കിൽ പ്ലസ് എന്ന് പറയും, ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞാൽ ബയേഴ്സിന്റെ കൺട്രോള്, സീറോയുടെ മൈനസ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ആണ്, അതായത് സെല്ലേഴ്സിന്റെ കൺട്രോളാണ്. ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ദിവസത്തെ ഡെൽറ്റ ആഡ് ചെയ്ത് ഓരോ കൺട്രിയിൽ നടക്കുന്ന ഡെൽറ്റ എല്ലാം ആഡ് ചെയ്ത് കൂട്ടി പോകുമ്പോഴാണ് ഈ ഡെൽറ്റ വരുന്നത്. ക്യുമുലേറ്റീവ് ഡെൽറ്റ മൈനസ് എന്ന് പറയുമ്പോൾ ഓവറാൾ ട്രെൻഡ് ബെയറിഷ് എന്ന്, ക്യുമുലേറ്റീവ് ഡെൽറ്റ പ്ലസ് എന്ന് പറയുമ്പോൾ ഓവറാൾ ട്രെൻഡ് ആ പർട്ടിക്കുലർ ദിവസത്തെ ബുള്ളിഷ് എന്ന് പറയും. ഈ ഒരു ട്രെൻഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ക്യുമുലേറ്റീവ് ഡെൽറ്റ യൂസ് ചെയ്യാറുണ്ട്. സോ എല്ലാവരും ഈ ഡെൽറ്റയുടെ ഒരു വീഡിയോ ഒന്നുകൂടെ കാണുക, വ്യക്തമായി കാണുക, റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാൻ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും നൽകി ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ടാറ്റ ബൈ ആൻഡ് ഹാപ്പി സാറ്റർഡേ. എല്ലാവർക്കും നമസ്കാരം. ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ കുറച്ച് നാളായിട്ട് വന്നിട്ടില്ലായിരുന്നു. കുറേ കാര്യങ്ങളെ കൊണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും ട്രേഡിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നടക്കാത്തത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടും നമ്മൾ ഓർഡർ ഫ്ലോ സീരീസിൻ്റെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വീഡിയോയിലെ മൂന്നാമത്തെ വീഡിയോയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഓർഡർ ഫ്ലോ സീരീസിൽ നമ്മൾ 3-4 കാര്യങ്ങൾ പറഞ്ഞത് എന്താണ് പറഞ്ഞത്, ഡെൽറ്റ, ഓർഡർ ഫ്ലോയുടെ പാഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇപ്പം പുതുതായിട്ട് വന്നൊരു കാര്യമാണ് ഓർഡർ ഫ്ലോ ഒക്കെ. കുറേ നാളായിട്ട് ഉണ്ട് മാർക്കറ്റിൽ, പക്ഷേ അതിനെക്കുറിച്ച് ആൾക്കാർക്ക് തെറ്റായ ധാരണകൾ മാത്രമാണുള്ളത്. ഈ ആൾക്കാർ പറഞ്ഞു വയ്ക്കുന്നതും പറഞ്ഞു പഠിച്ചു വരുന്നതും ഒക്കെ തെറ്റായ രീതിയിലാണ് അത് വരുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് കമ്മിറ്റ്മെന്റ് കോട്ട് എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡറെ കുറിച്ചുള്ള മൂന്നാമത്തെ ഈ വീഡിയോ, ഓർഡർ ഫ്ലോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷ്ണുഗുപ്തൻ വീഡിയോയിലേക്ക് കടക്കുന്നു. അപ്പം നമ്മുടെ ഓർഡർ ഫ്ലോ സീരീസിനകത്ത് നമ്മൾ എപ്പോഴും ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഡെൽറ്റ 2002 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റിൽ ആ പർട്ടിക്കുലർ ക്യാൻഡിൽ നടക്കുന്ന, നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ഒരു ഓർഡർ, അതായത് ആ പർട്ടിക്കുലർ ഏരിയയിൽ നടക്കുന്ന ടോട്ടൽ ബൈ മൈനസ് സെല്ല്, ആ ഒരു ഡിഫറൻസിനെ പറയുന്നത് ഡെൽറ്റ. അതായത് മാർക്കറ്റ് ഓർഡേഴ്സ് മൈനസ് മാർക്കറ്റ് സെല്ലിംഗ്, അതായത് മാർക്കറ്റ് ബൈ മൈനസ് മാർക്കറ്റ് സെല്ല്, ഇതെല്ലാം കടന്നു വരുന്ന ഫിഗറിനെ പറയുന്നത് ഡെൽറ്റ എന്ന് പറഞ്ഞ ഒരു ഓവറോൾ ട്രെൻഡിനെ മാർക്കറ്റിൽ ഡെൽറ്റ പോസിറ്റീവ് ആണെങ്കിൽ, സീറോയുടെ അപ്പ് ആണെങ്കിൽ ട്രെൻഡ് പോസിറ്റീവ് എന്ന് പറയും. ഡെൽറ്റ സീറോയുടെ മൈനസ് ആണെങ്കിൽ ട്രെൻഡ് നെഗറ്റീവ് വന്നപ്പോൾ ഇതൊക്കെ ഓവറോൾ ഒരു ട്രെൻഡിനെ സൂചിപ്പിക്കാൻ ഡെൽറ്റ യൂസ് ചെയ്യണം. ഏകദേശം കഴിഞ്ഞ ഒരു 4 വർഷത്തിന് മുമ്പെയാണ് ഈ കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ് അഥവാ കോട്ട് എന്ന് പറഞ്ഞൊരു കാര്യം കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു തുടങ്ങിയത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഈ കോട്ട് എന്ന് പറഞ്ഞ കാര്യം, കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ഓർഡർ ഫ്ലോ സീരീസിനകത്ത് വരുന്നുണ്ട്, ആഡ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ആ കോട്ടിനെ കുറിച്ചുള്ള കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഡെൽറ്റയും കോട്ടും തമ്മിലുള്ള ഫസ്റ്റ് എന്താണ് കോട്ട്, സെക്കൻഡ് ഡെൽറ്റയും കോട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോട്ട് എന്ന് പറഞ്ഞാൽ, കോട്ട് ഈസ് ജസ്റ്റ് എന്താണ്, കോട്ട് ഈസ് കാൾഡ് എ കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ്. ഒരു ട്രേഡേഴ്സിന്റെ കമ്മിറ്റ്മെന്റിനെ സൂചിപ്പിക്കുന്ന ഒരു നമ്പറിനെ പറയുന്ന പേരാണ് കോട്ട്. ഇറ്റ് ഗീവ്സ് ആൻ ഇഫക്റ്റീവ് ഇൻസൈറ്റ് ഓഫ് എ സ്ട്രെങ്ത് ഓഫ് ദ ബയർ ഓർ സെല്ലേഴ്സ് ഇൻ ദ പർട്ടിക്കുലർ ക്യാൻഡിൽ. അതായത് ആ ഒരു പർട്ടിക്കുലർ ക്യാൻഡില് ബയർ ആണോ ഇഫക്റ്റീവായിട്ട് നിൽക്കുന്നത്, സെല്ലർ ആണോ ഇഫക്റ്റീവായി നിൽക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു നമ്പറാണ് ഈ കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഓവറോൾ ട്രെൻഡിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ
കോട്ട് ആ പർട്ടിക്കുലർ ക്യാൻഡിൽ ആരാണ് സ്ട്രോങ്, അതായത് ബയർ ആണോ സ്ട്രോങ്, സെല്ലർ ആണോ സ്ട്രോങ് എന്ന് സൂചിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിനാണ് കോട്ട് എന്ന് പറയും. കോട്ടിന്റെ ഒരു പേര് തന്നെയാണ് കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ്. ട്രേഡേഴ്സിന്റെ കമ്മിറ്റ്മെന്റ് എന്തിനാണ്, അതായത് എന്റെ കമ്മിറ്റ്മെന്റ് എനിക്ക് എന്താണ്, പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതല്ല ഒരു ഓർഡർ ഫ്ലോയുടെ കോട്ട് എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ്. ആ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ട്രേഡേഴ്സ് എന്താണ് കമ്മിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, കയറ്റാനോ ഇറക്കാനോ, ഇതിനെയാണ് ഈ കോട്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഇഫ് യു നോ ഹൂ ഈസ് ഇൻ കൺട്രോൾ ഓഫ് ദ ക്യാൻഡിൽ ഓഫ് അവർ പൊസിഷൻ ക്യാൻ അഡ്ജസ്റ്റ് ബേസ്ഡ് ഓൺ ദാറ്റ് ആൻഡ് അവർ റിസ്ക് ക്യാൻ അഡൈറ്റ്. അതായത് ആ ഒരു കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സിന്റെ ഒരു വ്യൂ നമുക്ക് നോക്കി വെച്ചുകൊണ്ട് നമ്മളിലുള്ള ഒരു പൊസിഷൻ നമുക്ക് എടുക്കുവാനും അതിനനുസരിച്ച് നമുക്ക് റിസ്ക് മാനേജ്മെന്റ് അലൈൻ ചെയ്യാൻ സാധിക്കും. കോട്ട് നിങ്ങളെ സഹായിക്കുന്നത് പ്യുവർലി നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റിനെ സഹായിക്കും. തേർഡ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ലെയ്മാൻ ലാംഗ്വേജ് പറയണമെങ്കിൽ കോട്ട് ഷോസ് ദി അഗ്രസീവ്നെസ് ഓഫ് ദ പർട്ടിക്കുലർ ക്യാൻഡിൽ വിച്ച് ക്യാൻ ബി അഗ്രസീവ് ബൈയിങ് ഓർ സെല്ലിങ്. ഉത്തരേ ഉള്ളൂ. അതായത് കോട്ട് എന്ന് പറഞ്ഞാൽ അഗ്രസീവ് ബൈയിങ് ആണ് നടക്കുന്നത്, അഗ്രസീവ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതായത് കോട്ട് ഒരു ക്യാൻഡിൽ ലോയും ഹൈയും ഉണ്ടാക്കുന്ന സമയത്ത് അവിടെയൊക്കെ ആരാണ് വരുന്നത്, ബൈയിങ് ആണോ സെല്ലിംഗ് ആണോ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ് കോട്ട് എന്ന് പറഞ്ഞാൽ. കോട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ നാട്ടുഭാഷയിൽ പറഞ്ഞ അഗ്രസീവ്നെസ്, ഇത് കോട്ട് സൂചിപ്പിക്കുന്നത് അഗ്രസീവ്നെസ് ഓഫ് ദ ക്യാൻഡിൽ. അത് ബൈയിങ് ആവാം സെല്ലിംഗ് ആവാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ. കോട്ടിന് രണ്ട് പാർട്ടും ഉണ്ട്, കോട്ട് ഹൈയും കോട്ട് ലോയും. അതായത് നിങ്ങൾ ഈ കാണുന്ന ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. കോട്ട് ഹൈയും കോട്ട് ലോയും എന്ന് പറയുമ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഒരു ക്യാൻഡിൽ കാണിച്ചു തരാം, നിങ്ങൾ നോക്കിയാൽ മതി. നമ്മുടെ ഏതാണ് നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ഈ ചാർട്ട് കാണുന്നില്ല. അപ്പോൾ ഇവിടെ കണ്ടോ, ഇത് നിഫ്റ്റിയുടെ ഇന്നലത്തെ 30 മിനിറ്റ്സ് ചാർട്ടാണ്. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച നോക്ക്, ഇതിനകത്ത് കോട്ട് ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്നത് -24 ഫസ്റ്റ് കാണുന്നത്. അതായത് വോളിയത്തിന് മുകളിൽ കാണുന്ന ഈ ഫിഗറിനെ ഡെൽറ്റ എന്ന് പറയാം, -2425. അതായത് 2425 ഡെൽറ്റ ആണ്. നിങ്ങൾ ഇവിടെ കോട്ട് അതായത് വോളിയത്തിന് തൊട്ടു താഴെ വരുന്ന നമ്പറാണ് കോട്ട്. അതായത് ഈ കോട്ട് അതായത് 1423യും 2823. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഇത് കോട്ട് ലെഫ്റ്റിൽ കാണുന്നതിനെ കോട്ട് അറ്റ് ലോ എന്നും പറയും, റൈറ്റിൽ കാണുന്നതിനെ കോട്ട് അറ്റ് ഹൈയും. അതായത് ലോവർ ലെവൽ എത്തുന്ന സമയത്ത് നിഫ്റ്റിയുടെ 30 മിനിറ്റ് ക്യാൻഡിലിൽ നമുക്ക് ബൈയിങ് ഉണ്ടോ സെല്ലിംഗ് ഉണ്ടോ. പച്ച കണ്ട ബൈയിങ്, റെഡ് കണ്ട സെല്ലിങ്. അപ്പം ഇവിടെ നോക്ക്, കോട്ട് ലോ എന്ന് പറഞ്ഞാൽ അതായത് ലോവർ ലെവലിലെ കോട്ട് എത്രയാണ്, പോസിറ്റീവ്നെസ് കാണുന്നത്. അതായത് താഴെ എത്തുമ്പോൾ മാർക്കറ്റ് വാങ്ങുന്നു. ഇവിടെ നോക്ക് അതായത് റൈറ്റ് സൈഡിൽ കാണുന്ന -2823, അതായത് ഹയർ ലെവൽ എത്തുമ്പോൾ വിൽക്കുന്നു. അതിനർത്ഥം എന്താണ്, താഴെ എത്തുമ്പോൾ ആൾക്കാർ വാങ്ങാനുണ്ട്, മുകളിൽ എത്തുമ്പോൾ വിൽക്കാനുണ്ട്. അതായത് മാർക്കറ്റിൽ 2 തരം പാർട്ടീസ് ആക്റ്റീവ് ആകുന്നു. അപ്പോൾ കോട്ടിന് 2 ഫിഗർ ഉണ്ട്. ഈ 2 ഫിഗർ അതായത് വോളിയത്തിന് താഴെ കാണുന്ന ഈ ഫിഗറിനെ പറഞ്ഞപ്പോഴാണ് കോട്ട്, ലെഫ്റ്റിൽ കാണുന്നതിന് കോട്ട് അറ്റ് ലോയും റൈറ്റിൽ കാണുന്നതിന് കോട്ട് അറ്റ് ഹൈ എന്ന് പറയും. നമുക്ക് അത് പഠിക്കാം. അതിനു മുമ്പേ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം അത് ഈ പറഞ്ഞ കാര്യം നോക്കണം. അപ്പം കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കോട്ട് എന്ന് പറഞ്ഞാൽ 2 തരമുണ്ട്, കോട്ട് ഹൈയും കോട്ട് ലോയും. ഓക്കെ, കോട്ട് ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ്, കോട്ട് ഹൈ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ, അതായത് ഒരു ക്യാൻഡിൽ ഒരു ഹൈ ഉണ്ടാവുന്ന സമയത്ത് ആ സമയത്ത് കാണുന്ന ഡെൽറ്റയെ പറയുന്ന പേരാണ് കോട്ട് ഹൈ എന്നും. ഒരു ക്യാൻഡിൽ പുതിയ ലോ ഉണ്ടാകുമ്പോഴൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതായത് ഒരു മൂവിങ് ക്യാൻഡിലാണെങ്കിൽ അതിൻ്റെ കോട്ട് ഹൈയും കോട്ട് ലോയും മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ക്ലോസ് ചെയ്ത ക്യാൻഡിലാണെങ്കിൽ ഇപ്പം നിങ്ങൾ കാണുന്നതാണ്, ഇതൊരു ക്ലോസ് ചെയ്ത ക്യാൻഡിലാണ്. ഇവിടെ കാണുന്നത് 7207 175 എന്ന് പറയും മൈനസ്. അപ്പം കോട്ട് ലോയിൽ ബൈയിങ് ആണ്, ഹ്യൂജ് ബൈയിങ്ങും. കോട്ട് ഹൈ അതായത് മോളിൽ ക്യാൻഡിൽ ഹൈ എത്തിയ സമയത്ത് സെല്ലിങ് ചെറുതായിട്ട്. അപ്പം അതാർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നിങ്ങൾ പറയും എന്താണ്, അയ്യോ നല്ല ബൈയിങ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഡെൽറ്റ കാണുന്നുണ്ട്, ഡെൽറ്റയിൽ 7242 പ്ലസ് ആണ്. ഇത് നമ്മൾ നോക്കുക 7207 -175 എന്ന് പറയുമ്പോൾ നമുക്ക് 6900 സംതിങ് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഡെൽറ്റയുമായിട്ടുള്ള ഡിഫറൻസ്. അതായത് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആയിട്ടുള്ള ഡിഫറൻസിനെ കാണിക്കുന്ന പേരാണ്, മാർക്കറ്റ് ബൈസ് മൈനസ് മാർക്കറ്റ് സെൽസിനെ കാണിക്കുന്ന പേരാണ് ഡെൽറ്റ. പക്ഷേ കോട്ട് എന്ന് പറഞ്ഞാൽ പ്യൂർലി അഗ്രസീവിന്, അതാണ് ഡിഫറൻസ്. അതായത് ഡെൽറ്റയും കോട്ടും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അഗ്രസീവിനെ കുറിച്ചാണ്. ഇപ്പോൾ ഓർത്തോളൂ, കോട്ട് ഹൈ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ഹൈ ഉണ്ടാവുന്ന സമയത്ത് കാണിക്കുന്ന ക്യുമുലേറ്റീവ് ഡെൽറ്റയെ പറയുന്ന പേരാണ് കോട്ട് ഹൈയും. അതേസമയം കോട്ട് ലോ എന്ന് പറഞ്ഞാൽ ആ ക്യാൻഡിൽ, അതായത് കോട്ട് ഹൈ പ്ലസ് എന്ന് പറഞ്ഞാൽ അഗ്രസീവ് ബൈയിങ് ആണ്, കോട്ട് ഹൈ മൈനസ് എന്ന് പറഞ്ഞാൽ അഗ്രസീവ് ഇല്ല. അതായത് ഹൈയിൽ നമ്മൾ അഗ്രസീവ് ബൈയിങ് കാണുന്ന അർത്ഥം എന്ന് വെച്ചാൽ വീണ്ടും മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഹൈയിൽ സെല്ലിങ് കാണുന്നതിന് അർത്ഥം, മൈനസ് കാണുന്നുണ്ടെങ്കിൽ അർത്ഥം അവിടെ വെച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയാണ്. അതേപോലെ കോട്ട് ലോ എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഡെൽറ്റ അറ്റ് ലോവർ ലെവൽ ഓഫ് ദ ക്യാൻഡിൽ. ആ ലോവർ ലെവൽ ക്യാൻഡിൽ വരുന്ന സമയത്ത് അവിടെ കാണിക്കുന്ന
മൈനസ് കോട്ടിന് ഡെൽറ്റയെ പറഞ്ഞപ്പോഴാണ് കോട്ട്. അപ്പോൾ കോട്ട് ആ സമയത്ത് അതായത് കോട്ട് ലോവർ ലെവലിൽ പ്ലസ് വരികയാണെങ്കിൽ ലോവർ ലെവലിൽ ഡിമാൻഡ് ക്രിയേറ്റ് ആവുന്ന അർത്ഥം. അവിടെ തന്നെ മൈനസ് വരികയാണെങ്കിൽ അർത്ഥം എന്താണ്, ലോവർ ലെവലിലും സപ്ലൈ വരുന്നുണ്ട്, അതായത് മാർക്കറ്റ് ഇനിയും താഴേക്ക് പോകാനുള്ള നല്ല കോട്ടാണെങ്കിൽ താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർലി പറഞ്ഞാൽ പ്ലസ് കണ്ടാൽ കോട്ടിൽ പ്ലസ് വന്നാൽ അഗ്രസീവ് ബൈയിങ്, അത് കോട്ട് ഹൈയിലോ ലോയിലോ ആയിക്കോട്ടെ. കോട്ടിൽ പ്ലസ് വന്നാൽ അഗ്രസീവ് ബൈയിങ് ആണ്, കോട്ടിൽ മൈനസ് വന്നാൽ അഗ്രസീവ് സെല്ലിംഗ് ആണ്. ഇത് മാത്രം നിങ്ങൾ ഓർത്താൽ. ഇപ്പോൾ ഒരേ സമയത്ത് കോട്ട് പ്ലസ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ഇത് കണ്ടോ, ഈ ഒരു ക്യാൻഡിലിൽ അതായത് ലോവർ ലെവൽ എത്തിയപ്പോൾ നിഫ്റ്റിയുടെ ലാസ്റ്റ് 9.45 തൊട്ട് 10.4 ക്യാൻഡിലാണ്. ലോവർ ലെവൽ 9800 ക്വാണ്ടിറ്റി ബൈയും ഹയർ ലെവലിൽ 773 ക്വാണ്ടിറ്റി സെല്ലുമാണ്. അപ്പോൾ ഇത് കണ്ട ഹ്യൂജ് ഡിമാൻഡ്, അഗ്രസീവ് ബൈയിങ് ലോവർ ലെവലിൽ നടന്നു, ഹയർ ലെവലിൽ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. നിങ്ങൾ ഇവിടെ നോക്കൂ, ഈ ഒരു ക്യാൻഡിൽ കണ്ട, നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ ശ്രദ്ധിച്ചു നോക്ക്. ഇവിടെ കോട്ട് ഹൈ എന്ന് പറഞ്ഞ കോട്ട് ലോയിൽ 731 പ്ലസും കോട്ട് ഹൈയിൽ പ്ലസ് 1450. ഇത് കണ്ട, നിങ്ങൾ പറയും കോട്ട് ഹൈയിൽ എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ഇല്ല. കോട്ട് രണ്ടും ഒരേപോലെ വരാം, പ്ലസ് വരാം മൈനസും വരാം. അതായത് പച്ച കളർ, രണ്ടും പച്ച കളർ കണ്ടാൽ നിങ്ങൾ ഓർത്തോളുക, ഹയർ ലെവലിലും ലോവർ ലെവലിലും അഗ്രസീവായിട്ട് ബൈ നടക്കുന്നു. അതേപോലെ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ കണ്ട, ഇവിടെ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ കണ്ട, രണ്ടും കോട്ട് മൈനസ് ആണ്. കോട്ട് ലോയും മൈനസ് ആണ്, കോട്ട് ഹൈയും മൈനസ്. അതിനകത്തൊന്നാണ് ലോവർ ലെവലിലും ബുക്കിംഗ് നടക്കുന്നുണ്ട്, ഹയർ ലെവലിലും പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്. അത് ഉദ്ദേശിച്ച് അഗ്രസീവ് സെല്ലിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മാത്രം ഓർത്താൽ മതി. എന്താണ് കോട്ട്? കോട്ട് എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ് ആണ്. അഗ്രസീവ് ക്യാൻഡിലിനെ അഗ്രസീവ് ബൈയിങ്ങോ സെല്ലിങ്ങോ ഒന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് കോട്ട്. ഒന്ന്. ഡെൽറ്റ എന്താണ്? മാർക്കറ്റ് ബൈസ് മൈനസ് മാർക്കറ്റ് സെൽസ്, അതായത് ടോട്ടൽ ബൈ മൈനസ് ടോട്ടൽ സെൽസ് ആ പർട്ടിക്കുലർ ക്യാൻഡിൽ, അതാണ് ഡെൽറ്റ. അപ്പോൾ ഡിഫറൻസ് ഒന്ന്. സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ നമുക്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ട്രെൻഡ് പോസിറ്റീവ് എന്ന് പറയും. പക്ഷേ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ അഗ്രസീവ് ആയിട്ടുള്ള ആക്ഷൻ നടന്നാൽ മാത്രമേ ആ ക്യാൻഡിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കോട്ട് ഏറ്റവും കൂടുതൽ ഓർത്തുള്ള ലിക്വിഡിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു നമ്പറാണ് ഈ കോട്ട്. കോട്ട് രണ്ടും പ്ലസ്സോ അല്ലെങ്കിൽ രണ്ടും മൈനസോ വരുന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി പ്ലസ്സോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി മൈനസോ ആവാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ കോട്ടിന് നമ്മൾ ഓർത്തുള്ളൂ, കോട്ട് പച്ച കളർ കണ്ട, ഇപ്പോൾ ഇവിടെ കാണുന്ന കോട്ട് രണ്ടും പച്ചയാണ്. അതിനർത്ഥം എന്ന് വെച്ചാൽ രണ്ട് ലോവർ ലെവലും ഹയർ ലെവലും ബൈയും കാണുന്നുണ്ട്. അതിനർത്ഥം ഡിമാൻഡ് ക്രിയേറ്റ് ആവുന്നു. ഇവിടെ കണ്ട രണ്ട് കോട്ടും നെഗറ്റീവാണ്. അതർത്ഥം ലോവർ ലെവലിലും ഡിമാൻഡ് ഇല്ല, സപ്ലൈ ഉള്ളൂ, ഹയർ ലെവലിലും സപ്ലൈ ഉള്ളൂ. ഇതാണ് കോട്ട് നെഗറ്റീവ്. ഇപ്പോൾ കോട്ട് പ്ലസ് എന്ന് പറഞ്ഞാൽ അർത്ഥം അഗ്രസീവ്. കോട്ട് എന്ന് പറഞ്ഞാൽ അഗ്രസീവിന് നിങ്ങൾ വേറെ ഒരു കാര്യവും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. കോട്ട് എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ് ആണ്. ഇത് അഗ്രസീവിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന കാര്യമാണ്, അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതേ മാർക്കറ്റ് അഗ്രസീവായിട്ട് പോകുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കയറുന്നു. നിങ്ങൾ ക്ലിയർ ആയുള്ള ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് ഡെൽറ്റ, കണ്ട, ഇതാണ് ഡെൽറ്റ. അതായത് നമ്മൾ മാർക്കറ്റ് ബൈ മൈനസ് മാർക്കറ്റ് സെല്ലിനെ പറഞ്ഞപ്പോഴാണ് ഡെൽറ്റ. കോട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പർ ഉണ്ട്, അഗ്രസീവിനെ കുറിച്ച് സൂചിപ്പിക്കും. കോട്ട് ലോ, അതേ കോട്ട് ലോ എന്ന് പറഞ്ഞാൽ ലോവർ ലെവൽ എത്തുമ്പോൾ ഡെൽറ്റയാണ് കോട്ട് ലോ എന്നും പറയുന്നത്. കോട്ട് അറ്റ് ഹൈ എന്ന് പറഞ്ഞാൽ ഹയർ ലെവൽ മാർക്കറ്റ് എത്തുന്ന സമയത്തുള്ള ഡെൽറ്റയെ പറയുന്ന പേരാണ് കോട്ട് അറ്റ് ഹൈ എന്ന് പറയും. ഓക്കെ. ഇനി കോട്ട് എന്ന് പറഞ്ഞാൽ ഡെൽറ്റയുടെ ഡിഫറൻസ്, ഡെൽറ്റ മാർക്കറ്റ് ആണെങ്കിൽ കോട്ട് എന്ന് പറഞ്ഞാൽ അഗ്രസീവ്നെസ്സിനെ, അതായത് കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ്, ആ ട്രേഡർ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോർഡ് ഡയറക്ഷനിലേക്ക് പോകാനാണ്. സോ കോട്ട് എന്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു? അഗ്രസീവ്നെസ്സിനെ കുറിച്ച് ഡിസൈൻ ചെയ്തു. അപ്പോൾ കോട്ട് നല്ല കൂടിയ മാർക്കറ്റൊക്കെ വരുന്ന മാർക്കറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, വോളിയം നല്ല പറപറ മറക്കും, മാർക്കറ്റ് മൂവ് ചെയ്യും. കോട്ടിന്റെ സ്ട്രെങ്ത് കുറയും തോറും ആ ക്യാൻഡിൽ അല്ലെങ്കിൽ മാർക്കറ്റ് കയറുവാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അപ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങളാണ് കോട്ട്. പിന്നെ ഡെൽറ്റയുള്ള ഡിഫറൻസ് ബന്ധം എന്ന് വെച്ചാൽ കോട്ടും ഡെൽറ്റയും ഏകദേശം അലൈൻ ചെയ്ത് വരും. പക്ഷേ ഡിഫറൻസ് കാണിക്കുക. എന്തുകൊണ്ടാണ്? ഡെൽറ്റയെ ബേസ് ചെയ്താണ് കോട്ട് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കോട്ടല്ല ഡെൽറ്റ, ഡിഫറൻ്റ് ഉണ്ട്. കോട്ടാണ് അഗ്രസീവ്നെസ്സിനെ കുറിച്ച് പറയും, ഡെൽറ്റ മാർക്കറ്റിന്റെ ഓർഡേഴ്സിനെ കുറിച്ച് പറയുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആസ് എ ഓർഡർ ഫ്ലോ ട്രേഡർ എന്ന നിലയിൽ നമ്മൾ നോക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് കോട്ട്. കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ് നല്ല പോസിറ്റീവായി വരുന്ന സമയത്ത് മാത്രമേ നമ്മളെ ട്രേഡിന്റെ ആക്യുറസി കൂടുള്ളൂ. കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ്, അതായത് കോട്ടിന്റെ വോളിയം കുറയുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ട്രേഡിന് നമുക്ക് ആക്യുറസി കുറയാനും അത് ചിലപ്പോൾ മൂവ്മെന്റ് തരാതെ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടി അല്ലെങ്കിൽ ലോസിൽ കൊടുക്കേണ്ടി വരാതെ വരും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർഡർ ഫ്ലോ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. സോ നമ്മളെ റൂമിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ കോട്ട്, അതായത് കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ് ഉപയോഗിച്ചാണ് നമ്മളെ പൊസിഷൻ സൈസിങ് ഒക്കെ ചെയ്യുന്നത്. ഇത് റിസ്ക് മാനേജ്മെന്റിന് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കോട്ട്. അപ്പോൾ ഞാൻ കോട്ട് ഒന്നും കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ കോട്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഓർത്തോളുക. കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈ കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ് ആണ്. അത് എഫക്റ്റീവ് ബൈയിങ് അഗ്രസീവ്നെസ്സിനെ കാണിക്കുന്നത്. ലേമൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ അഗ്രസീവ്, അതായത് നാട്ടുഭാഷയെ പറയുകയാണെങ്കിൽ കോട്ട് അഗ്രസീവിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. കോട്ടിന് ഡെൽറ്റയ്ക്ക് ഒരു പാർട്ടേ ഉള്ളൂ, പക്ഷെ കോട്ടിന് 2 പാർട്ടുണ്ട്. ഒന്ന് കോട്ട് ഹൈയും കോട്ട് ലോയും. കോട്ട് ഹൈ എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഡെൽറ്റ അറ്റ് ഹയർ ലെവൽ ഓഫ് ദ ക്യാൻഡിൽ. കോട്ട് ലോ എന്ന് പറഞ്ഞാൽ ലോവർ ലെവലിലെ ക്യുമുലേറ്റീവ് ഡെൽറ്റയാണ്. രണ്ടും പോസിറ്റീവ് വരാം, രണ്ടും നെഗറ്റീവ് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം പോസിറ്റീവ് നെഗറ്റീവ് വരാം. ഒരു സപ്പോസ് ഓർത്തോളുക, കോട്ട് രണ്ടും പോസിറ്റീവ്, കോട്ട് ഹൈയും കോട്ട് ലോയും പോസിറ്റീവ് ആണെന്ന് അർത്ഥം എന്ന് വെച്ചാൽ, പച്ച കളറിൽ കാണുന്നതിന് അർത്ഥം എന്ന് വെച്ചാൽ ഡിമാൻഡ് ഉണ്ട്, ഐദർ ഇറ്റ്സ് എ സ്ട്രോങ് എഫക്റ്റീവ് ഡിമാൻഡ് വരുന്നുണ്ട് അർത്ഥം. ഇനി രണ്ടാമത് കോട്ട് ഹൈയിലും മൈനസ് വരാം, കോട്ട് ലോയിലും മൈനസ് വരാം. ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ സപ്ലൈ മാത്രമേ ഉള്ളൂ, ഫ്രഷ് ഡിമാൻഡ് ക്രിയേറ്റ് ആവുന്നില്ല എന്നർത്ഥം. ഓക്കെ, എപ്പോഴും ഓർത്തുകൂടാ, ക്വാർട്ടർ ലോവർ ലെവലിൽ ബൈയിങ് കാണുന്നുണ്ടെങ്കിൽ ആ ലെവലിൽ നമ്മളൊരു ക്യാൻഡിൽ ബൈയിങ് കാണുന്നെങ്കിൽ സംബഡി ഈസ് ബൈയിങ് അറ്റ് ദി ലോവർ ലെവൽ. കോട്ട് ഹൈ എന്ന് പറയുമ്പോൾ മൈനസ് ആണെങ്കിൽ ആരോ മുകളിലെത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് കോട്ടും ഡെൽറ്റയും തമ്മിൽ അഭേദ്യമായ ഡിഫറൻസ് ഉണ്ട്. ഓർത്തോളുക, കോട്ടാണ് അഗ്രസീവിനെ കുറിച്ച് പറയുന്നത്. അഗ്രസീവ് വച്ച് മാത്രമാണ് ഓർഡർ ഫ്ലോ ട്രേഡ് ചെയ്യേണ്ടത്. നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ, സ്കാൽപ്പർ ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ടതും കോട്ടാണ്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക, ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. Take care and good night and happy Bakris to all of you.